ചീത്ത വിളിക്കാതിരുന്നാൽ മതിയില്ലേ? അല്ലായിക്കാന്നോ പെണ്ണുങ്ങളെ ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. പടച്ചോനെ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനോട് ഭാര്യ പറയും, എടാ അതിങ്ങെടുക്കടാന്ന്. ഞാൻ വിചാരിച്ചു ആരെയാ അല്ലാഹ് വിളിച്ചേന്ന്. ഭർത്താവിനെ വിളിക്കുക എടാ, പ്രേമിച്ച് കെട്ടുന്ന അങ്ങനെ എടാ വാടാ പോടാ ബന്ധമാണല്ലോ. ഭർത്താവിനോട് ഭാര്യ പറയുക എടാ ഇങ്ങെടുക്കടാന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് എന്നെയാണോ അല്ലാഹ് വിളിച്ചതെന്ന്. നോക്കുമ്പോ അപ്പുറത്ത് ഭർത്താവാ നിൽക്കണം. ആലോചിക്ക്, എടാ വാടാ പോടാ ബന്ധം. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേരെ വിളിക്കും. ഭർത്താവിന്റെ പേര് വിളിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. നല്ലതാണോ മോളെ? നിന്റെ ഉമ്മാടെ പേരെന്താ? നിങ്ങൾ ഉമ്മാനെ എന്താ വിളിക്കുക? എൻ്റെ വാപ്പാടെ, ഇപ്പൊ എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ സിനാൻ എന്നെ കാണുമ്പോൾ സിറാജ് വാപ്പ എന്ന് വിളിക്കണോ അതോ വാപ്പാന്ന് വിളിക്കണോ? ഇവിടെ ഓരോരുത്തർക്കും ഒരു സ്ഥാനവും ബഹുമാനവും ഇല്ലേ? ഉസ്താദിനെ കാണുമ്പോൾ മദ്രസയെ പഠിക്കണ ഉസ്താദ് മദ്രസയെ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ഉസ്താദിനെ കുട്ടികളെല്ലാവരും അൻവർ ഉസ്താദെ എന്ന് വിളിക്കണോ? പേരും കൂടെ എടാ ഏതെങ്കിലും ഒന്ന് വിളിക്കട ചങ്ങായി. ഓരോരുത്തർക്കും ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. ആ കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. ഭർത്താവിന് ചില പെണ്ണുങ്ങൾ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കുക, എന്നാ വിളിക്കുക, പേര് പോയിട്ട് കാന്ന് പോലും വിളിക്കൂല. പലരും ഏന്ന് വിളിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ഉപ്പാന്നൊക്കെയാ വിളിക്കണേ. പടച്ചോനെ, ഇന്നെല്ലാം എടാ വാടാ പോടാ പേര് വിളിക്കുന്ന കാലം. അങ്ങനെ ആയിപ്പോയി. ബഹുമാനം ആദരവൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമല്ല. പരസ്പരം സ്നേഹത്തോടെ വിളിക്ക്, ബഹുമാനം കൊടുക്ക്. ബഹുമാനം കൊടുത്താലല്ലേ തിരിച്ചു കിട്ടും.